4 പതിറ്റാണ്ടുകളായി ഒരു ജനതയെ മുഴുവൻ തൻ്റെ ഒരൊറ്റ ചിരികൊണ്ടും തോളചരിപ്പുകൊണ്ടും മയക്കി കിടത്തിയൊരു മനുഷ്യൻ. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരുടെ പട്ടികയെടുത്താൽ മുൻനിരയിൽ തന്നെ ഉണ്ടാകും മോഹൻലാൽ എന്ന പേര്. എന്നാൽ നമ്മൾ വെള്ളിത്തിരയിൽ കണ്ട ഈ വിസ്മയത്തിന് പിന്നിൽ ചരിത്രത്തിൻ്റെ താളുകളിൽ മറഞ്ഞുപോയ ചില നിഗൂഢമായ സത്യങ്ങളുണ്ട്. സിനിമയിലേക്ക് എത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ഒളിമ്പിക്സ് വേദിയിൽ നമ്മൾ കാണേണ്ടിയിരുന്ന ഒരു ഗുസ്തിക്കാരൻ, സ്റ്റേജിൽ ജീവൻ പണയം വെച്ച് ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ ഒരു മാന്ത്രികൻ. ആരാണ് യഥാർത്ഥത്തിൽ മോഹൻലാൽ? നമ്മൾ കാണുന്ന മോഹൻലാൽ കേവലം തിരക്കഥകൾ വായിച്ച് അഭിനയിക്കുന്ന ഒരു നടൻ മാത്രമല്ല. അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഓരോ ഘട്ടവും പരിശോധിച്ചാൽ അവിടെയെല്ലാം അവിശ്വസനീയമായ ചില യാദൃച്ഛികതകളും ആരും അറിയാത്ത കഠിനാധ്വാനത്തിൻ്റെ കഥകളും കാണാം. പലർക്കും അറിയാത്ത, ചരിത്രം രേഖപ്പെടുത്താതെ പോയ ലാലേട്ടൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ 6 അധ്യായങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. സിനിമയിലെ ആക്ഷൻ രംഗങ്ങളിൽ മോഹൻലാലിന്റെ ശരീരം ഒരു റബ്ബർ പന്ത് പോലെ വഴങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന്റെ രഹസ്യം തെരഞ്ഞുപോയാൽ നമ്മൾ ചെന്നെത്തുക 1970കളുടെ അവസാനത്തിലാണ്. കോളേജ് പഠനകാലത്ത് തിരുവനന്തപുരം നഗരത്തിലെ പ്രശസ്തമായ ഗുസ്തി കേന്ദ്രങ്ങളിലെ സ്ഥിരം സന്ദർശകനായിരുന്നു മോഹൻലാൽ. 1977 മുതൽ 78 വരെ കാലഘട്ടത്തിൽ അദ്ദേഹം കേരള സംസ്ഥാനതല ഗുസ്തി ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള തീവ്ര പരിശീലനത്തിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ സിനിമ ഓഫർ വരുന്നത്. പക്ഷേ അതുകൊണ്ട് അദ്ദേഹം തൻ്റെ കായിക അഭിനിവേശം അവസാനിപ്പിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം ആയോധന കലകളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയും സിനിമയിലെ ഡ്യൂപ്പില്ലാത്ത ആക്ഷൻ രംഗങ്ങളും പരിഗണിച്ച് ലോക ടൈക്കോണ്ടോയുടെ ആസ്ഥാനമായ ദക്ഷിണ കൊറിയയിലെ കുക്കിഹോൺ അദ്ദേഹത്തിന് ഒഫീഷ്യൽ ബ്ലാക്ക് ബെൽറ്റ് പദവി നൽകി ആദരിച്ചു. ഇന്ത്യൻ സിനിമയിൽ ഈ റെക്കോർഡ് സ്വന്തമാക്കിയ താരങ്ങൾ വിരലിൽ എണ്ണക്കാവുന്നവർ മാത്രമാണ്. എന്നാൽ ഈ വിജയങ്ങളിലേക്ക് വഴി തുറന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയുടെ വിധി എന്തായിരുന്നു? 1978 തൻ്റെ സുഹൃത്തുക്കളായ പ്രിയദർശനും സുരേഷ് കുമാറിനും ഒപ്പം ചേർന്ന് മോഹൻലാൽ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയ ചിത്രമായിരുന്നു തിരനോട്ടം. ഒരു മുഴുക്കുടിയനായ സൈക്കിൾ ജീവനക്കാരൻ്റെ വേഷം അദ്ദേഹം അതിമനോഹരമായി ചെയ്തു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധികളും സെൻസർ ബോർഡിൻ്റെ കർശനമായ നിലപാടുകളും കാരണം ആ ചിത്രം അന്ന് തിയേറ്ററുകളിലെത്തിയില്ല. ആദ്യ സിനിമ പെട്ടിയിലായതോടെ ഒരു സാധാരണക്കാരൻ തൻ്റെ സിനിമാ മോഹം ഉപേക്ഷിക്കുമായിരുന്നു. എന്നാൽ മോഹൻലാലിൻ്റെ വിധി മറ്റൊന്നായിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയുടെ ഓഡീഷൻ നടക്കുന്നു. സംവിധായകൻ ഫാസിലും നിർമ്മാതാക്കളും അടങ്ങുന്ന പാനലിന് മുന്നിലേക്ക് മോഹൻലാൽ നടന്നു വന്നു. ഓഡീഷന് ശേഷം പാനലിലെ ഭൂരിഭാഗം പേരും ലാലിന് വളരെ കുറഞ്ഞ മാർക്കാണ് നൽകിയത്. ലാലിൻ്റെ രൂപം ഒരു വില്ലന് ചേർന്നതല്ല എന്ന് പലരും വാദിച്ചു. എന്നാൽ അവിടെയുണ്ടായിരുന്ന പ്രശസ്ത സംവിധായകൻ പത്മരാജൻ മാത്രം ആ കണ്ണുകളിലെ തിളക്കവും വില്ലത്തരവും തിരിച്ചറിഞ്ഞു. അദ്ദേഹം തൻ്റെ പേപ്പറിൽ കുറിച്ചു, ഈ ചെറുപ്പക്കാരനിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. പത്മരാജൻ നൽകിയ ആ ഒരൊറ്റ അനുകൂല വോട്ടാണ് മലയാള സിനിമയുടെ ചരിത്രത്തെ എന്നേക്കുമായി തിരുത്തി എഴുതിയത്. നരേന്ദ്രൻ എന്ന വില്ലൻ പിറവിയെടുത്തു. അഭിനയം റിയലിസ്റ്റിക് ആകുവാൻ ഏതറ്റം വരെയും പോകുന്ന ആളാണ് മോഹൻലാൽ. എന്നാൽ അദ്ദേഹം ഒരു പ്രൊഫഷണൽ മാന്ത്രികനാണെന്ന കാര്യം എത്ര പേർക്കറിയാം? പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിൻ്റെ കീഴിൽ 1 വർഷത്തോളം കഠിനമായ യോഗയും ശ്വാസനിയന്ത്രണവും പരിശീലിച്ച ശേഷമാണ് മോഹൻലാൽ സ്റ്റേജിൽ അദൃശ്യം എന്ന മാജിക് ഷോ അവതരിപ്പിച്ചത്. കൈകാലുകൾ കട്ടിയുള്ള ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിച്ച് ഒരു വലിയ പെട്ടിയിലാക്കി വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുന്ന അപകടകരമായ എസ്കേപ്പ് ആക്ട് അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ വിജയകരമായി ചെയ്തു കാണിച്ചു. 1 സെക്കൻഡിൻ്റെ അശ്രദ്ധ പോലും ജീവന് അപകടമുണ്ടാക്കാവുന്ന സ്റ്റണ്ടായിരുന്നു അത്. ഈ അസാധാരണമായ ധീരതയും കീർത്തിചക്ര, കുരുക്ഷേത്ര എന്നീ സിനിമകളിലൂടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ വീര്യം ജനങ്ങളിലേക്ക് എത്തിച്ചതും കണക്കിലെടുത്ത് രാജ്യം അദ്ദേഹത്തെ തേടിയെത്തി. 2009 ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമി അദ്ദേഹത്തിന് ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിച്ചു. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു നടന് ഈ പദവി ലഭിക്കുന്നത്. കേവലം ഒരു ആദരവ് എന്നതിനപ്പുറം കാശ്മീരിലെ അതിർത്തികളിൽ നേരിട്ടെത്തി സൈനികർക്കൊപ്പം താമസിച്ച് അവരുടെ മനോവീര്യം കൂട്ടാനും അദ്ദേഹം സമയം കണ്ടെത്തി. ഒരു മികച്ച ഗായകൻ, തത്സമയം സ്റ്റേജിൽ ഭരതനാട്യം ചുവടുകൾ വെച്ച നർത്തകൻ, വൻകിട ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപൻ. അങ്ങനെ നമ്മൾ കാണുന്ന ലാലേട്ടൻ എന്ന വ്യക്തിത്വത്തിന് പിന്നിൽ ഒരുപാട് അത്യപൂർവമായ മുഖങ്ങളുണ്ട്. പ്രതിഭ എന്നത് കേവലം ഭാഗ്യം കൊണ്ടുണ്ടാകുന്നതല്ല, മറിച്ച് നിരന്തരമായ കഠിനാധ്വാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഫലമാണെന്ന് ഈ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു.
ഇന്ന് ലാലേട്ടന്റെ ജന്മദിനത്തിന്റെ ഈ വേളയിൽ ഈ 6 വസ്തുതകളിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്? താഴെ കമന്റ് ചെയ്യൂ. ലാലേട്ടന്റെ ഇനിയും വരാനിരിക്കുന്ന മാസ് ചിത്രങ്ങൾക്കായി നിങ്ങൾ എത്രത്തോളം കാത്തിരിക്കുന്നു എന്നും പങ്കുവയ്ക്കൂ. ഇതുപോലുള്ള ആഴത്തിലുള്ള സിനിമാറ്റിക് ഇൻഫോർടൈൻമെന്റ് വീഡിയോകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു സൂപ്പർ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.